റജാ എഴുത്തുമായി പ്രത്യക്ഷനായി. നാലുപാടും നോക്കി. പ്രമുഖരുടെ നീണ്ട നിര തന്നെ മുന്നിലുണ്ട്. പക്ഷേ ഉമറിനെ മാത്രം കാണുന്നില്ല. നിയുക്ത ഖലീഫയാണ്. ഇതെവിടെ പോയിരിക്കുന്നു ഈ നിർണായക നിമിഷത്തിൽ? അധികാരമോഹമില്ലെന്നത് ശരി തന്നെ. പക്ഷെ നിർണായക സന്ദർഭത്തിൽ ഇതല്ലല്ലോ ഒരു മാന്യൻ ചെയ്യേണ്ടത്. അവസാനം റജാ ഉമറിനെ കണ്ടു. അതാ ഇരിക്കുന്നു പള്ളിയുടെ ഒരു മൂലയിൽ. ജനക്കൂട്ടത്തിൽ നിന്ന് മാറി ഒറ്റക്ക് നിർവികാരനായി ഇരിക്കുന്ന ഉമറിനെ കണ്ടതോടെ റജാ അങ്ങോട്ടോടി. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. യാ അമീറൽ മുഅ്മിനീൻ, എണീൽക്കൂ, പ്രസംഗപീഠത്തിലേക്ക് വരൂ. ഉമർ സ്തബ്ധനായി പോയി. കണ്ണുകളിൽ പരിഭ്രാന്തി പടർന്നു. ചുണ്ടുകൾ വിറച്ചു. എന്നിട്ട് പറഞ്ഞു, റജാ, താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ടാകില്ലെന്ന്. ഉമർ, അള്ളാഹുവിനെ മുൻനിർത്തിയാണ് ഞാനിത് പറയുന്നത്. സുലൈമാൻ വിട പറഞ്ഞു. ഒരു രാജ്യം ഞെട്ടറ്റു പോവാതിരിക്കാൻ താങ്കൾ വിവേകം കാണിക്കേണ്ടിയിരിക്കുന്നു. പൊടുന്നനെ ഉമർ മാനസികാവസ്ഥ വീണ്ടെടുത്തു. ജനങ്ങളോടുള്ള തന്റെ സ്നേഹവും ബാധ്യതയും ബോധവും ഉള്ളിലുണർന്നു. തികഞ്ഞ പക്വതയോടെ മിമ്പറിൽ കയറി. ഇളകി നിന്നിരുന്ന ആളുകളൊക്കെ ചലനമറ്റു. പള്ളി പൂർണ്ണ നിശബ്ദമായി. പിന്നെ താമസിച്ചില്ല. റജാ പ്രതിനിധിയായി നിന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, നമ്മുടെ ഖലീഫ സുലൈമാൻ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമ്മിൽ നിന്നും വിടവാങ്ങി. ഇതാ ഖലീഫ മുദ്ര വെച്ച പേപ്പർ. ഞാൻ പൊളിക്കുന്നു. വായിക്കാൻ പോകുന്നു. എഴുത്തു പൊട്ടിച്ചു വായിച്ചു. തന്റെ കാലാനന്തരം ഖലീഫയായി ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഉമറിന്റെ കാലം കഴിഞ്ഞാൽ യസീദ് ബിൻ അബ്ദുൽ മലിക്കിനെയും ഖലീഫയായി ഞാൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. പ്രമാണ വരികൾ കേട്ടതും ഇഷാമുബിനു അബ്ദുൽ മലിക്ക് മുട്ടുകുത്തി നിന്ന് വിളിച്ചു പറഞ്ഞു, ഹാ, നടക്കില്ല, നടക്കില്ല. ഉടൻ സദസ്സിലുണ്ടായിരുന്ന ഒരു പേർഷ്യക്കാരൻ ഹാജരായിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എടുത്ത തീരുമാനത്തിനെതിരെ ശബ്ദിക്കുന്നു. സദസ്സ് പെട്ടെന്നൊരു നിമിഷം പ്രക്ഷുബ്ധമാകാൻ ആഞ്ഞു. അബ്ദുൽ മലിക്കിന്റെ പാരമ്പര്യത്തിൽ നിന്നും അധികാര പദവി പാടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണെന്ന ചിന്തയിലായിരുന്നു അയാളുടെ ആ ബഹളം. പക്ഷേ ഉമറിന്റെ കാലം കഴിഞ്ഞാൽ യസീദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറഞ്ഞപ്പോൾ ഇഷാം ശാന്തനായി പറഞ്ഞു, നാം അനുസരിക്കുന്നു, വഴങ്ങുന്നു. ജനങ്ങൾ ഇഷാമിന്റെ വാക്കുകൾ കേട്ട് ശബ്ദമടക്കി എഴുന്നേറ്റു. ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ബൈഅത്ത് ചെയ്തു. ഖലീഫയായി തന്റെ പേര് പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം വിഭ്രമം പൂണ്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ, വല്ലാഹി, ഈ ഒരു കാര്യം അള്ളാഹുവിനോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അതേ, പുണ്യജന്മങ്ങൾ അധികാരം ചോദിച്ചു വാങ്ങാറില്ല. നീ അധികാരം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ അധികാരം ചോദിച്ചു വാങ്ങരുത്. ചോദിക്കാതെ വന്നാൽ നിനക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നതാണ്. അധികാരഭാവവും കൊതിയും മനുഷ്യ സഹജമാണ്. അതിനെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ പരിത്യാഗി. മനസ്സിൽ അധികാരമോഹമുള്ളയാൾ തെരുവിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഭൗതിക മോഹിയാണ്. ഭൗതിക വിരക്തനാകില്ല. അധികാരം മോഹിക്കാതെ ഒരാൾ രാജകൊട്ടാരത്തിൽ ജീവിച്ചാൽ പോലും അയാൾ ഭൗതിക വിരക്തൻ തന്നെ. അത്തരം ഒരാളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബൈഅത്ത് പൂർണ്ണമായി. ഇനി അടിയന്തിരമായി നിർവഹിക്കാനുള്ളത് സുലൈമാന്റെ ഖബറടക്കം തന്നെ. കൽപ്പനകൾ പുറപ്പെടുവിച്ചു. മയ്യത്ത് സംസ്കരണം പെട്ടെന്നാക്കൂ. രാജാവും പ്രജയും ഒരുപോലെയാണ് മരണവേളയിൽ. എല്ലാവർക്കും ഒരേ കട്ടിൽ, ഒരു തരംതിരിവുമില്ല. ഒരു തരം പുതപ്പും ഒരു തരം കിടപ്പും. 6 അടി മണ്ണ്. നഗ്നമായ മണ്ണിനപ്പുറം പ്രജക്കും രാജാവിനും ഒന്നും ബാക്കിയില്ല. ജനാസ നിസ്കാരത്തിനെടുത്തു. ഉമർ തന്നെ മുന്നിൽ. വൻ ജനാവലിക്കൊപ്പം നിസ്കാരം നടന്നു. ഖബറടക്കവും പൂർണ്ണമായി. പെട്ടെന്നായിരുന്നു ഖലീഫ പേനയും പേപ്പറും ആവശ്യപ്പെട്ടത്. 3 പേപ്പറുകളിൽ ഖലീഫ പ്രഥമമായി ഒപ്പുവെച്ചു. 3ഉം താനും പടച്ചവനുമായി ബന്ധിക്കുന്ന പ്രമാണങ്ങളായിരുന്നു. ജനങ്ങൾ ഇത് കണ്ട് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്തിനാണ് ഖലീഫ ഇങ്ങനെ ധൃതി കാണിക്കുന്നത്? കുറച്ചു കഴിഞ്ഞു പോരെ ഇതൊക്കെ? വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് പോരെ? മതി. പക്ഷേ ഖലീഫയെ നന്നായി മനസ്സിലാക്കിയ ഒരാൾ അതിന് പ്രതികരണമായി പറഞ്ഞതിങ്ങനെ, നിങ്ങൾക്കറിയില്ലേ, ഈ ഉമറിന് ഒരു ധൃതിയുമില്ല, അധികാര വാഞ്ച ഇല്ല. മരിച്ച ഖലീഫയുടെ മുന്നിൽ അദ്ദേഹം സ്വന്തത്തെ വിചാരണ ചെയ്യുകയാണ്. മാറ്റിവെച്ചാൽ നടക്കാതെ പോയാലോ എന്ന ഭയമാണ് അദ്ദേഹത്തിന്. പൊടുന്നനെ ഖലീഫക്കരികിലേക്ക് ഔദ്യോഗിക വാഹനമെത്തി. അധികാരത്തിന്റെ പ്രൗഢി സ്ഫുരിക്കുന്നതായിരുന്നു വാഹനം. കയറിയാലും എന്ന് ഭവ്യതയോടെ വാഹന കാവലക്കാരൻ പറഞ്ഞപ്പോൾ നിയുക്ത ഖലീഫയുടെ പ്രതികരണം ഇതായിരുന്നു, എനിക്കിതൊന്നും വേണ്ട.
ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന കോവർ കഴുത മതി, അതിനെ കൊണ്ടുവരൂ. ഹക്കമുബിനു ഉമർ പറയുന്നു, ഞാൻ സാക്ഷിയായ ഒരു കാര്യം പറയാം. ഔദ്യോഗിക വാഹനത്തിന്റെ ചുമതലക്കാർ അവക്കുള്ള തീറ്റയും ഉദ്യോഗസ്ഥരുടെ വേതനവും ചോദിച്ചു വന്നു. ഇതിന് ഖലീഫ പ്രതികരിച്ചതിങ്ങനെ: നിങ്ങൾ ഒരു പണി ചെയ്യൂ, പേർഷ്യൻ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അവയെ നല്ല വിലക്ക് വിറ്റുകളയുക. എന്നിട്ട് ആ പണം പൊതുഖജനാവിലേക്ക് നീക്കുക. എനിക്ക് ഔദ്യോഗിക വാഹനമായി എൻ്റെ ഈ കോവർ കഴുത തന്നെ ധാരാളം. വേഗമാവട്ടെ. ഖലീഫമാർക്ക് സാധാരണ ബോഡി ഗാർഡ് ഉണ്ടാവും. അത്തരം ഒരു പോലീസുകാരൻ കുന്തമൊക്കെ പിടിച്ച് ഖലീഫക്ക് മുമ്പിൽ നെഞ്ചുവിരിച്ച് നടക്കാൻ നിന്നു. പെട്ടെന്നായിരുന്നു അവിടത്തെ ആജ്ഞ: മാറി നിൽക്കൂ, ഞാൻ ഈ സമുദായത്തിലെ ഒരംഗം മാത്രമാണ്. ഔദ്യോഗിക അംഗരക്ഷകനെ നിരാകരിച്ച ഖലീഫയുടെ നിലപാട് ജനത്തെ ആകർഷിച്ചു. ഖലീഫ പള്ളിയിലേക്ക് നീങ്ങി, കൂടെ ജനങ്ങളും. ഖലീഫ മിമ്പറിൽ കയറിയതും ജനം ശാന്തരായി നിന്നു. ആദ്യ പ്രഭാഷണം നയപ്രഖ്യാപന പ്രസംഗമാണ്. ഖലീഫ തുടങ്ങി: ജനങ്ങളെ, ഞാൻ താല്പര്യപ്പെടാതെ ഭരണം എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു. ജനങ്ങളോട് ഒരു കൂടിയാലോചനയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഖേദകരം തന്നെ. അതിനാൽ നിങ്ങൾ ചെയ്ത ഉടമ്പടിയിൽ നിന്നും ഞാനിതാ മുക്തി പ്രാപിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആളെ തെരഞ്ഞെടുത്തോളൂ. ഞാൻ നിങ്ങളുടെ അധികാരം അംഗീകരിക്കുന്നു. ഖലീഫയുടെ വാക്കുകൾ കേട്ട ജനം അമ്പരന്നു. അവർ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു: വേണ്ട, ഞങ്ങൾക്ക് മറ്റാരും വേണ്ട. താങ്കളെ ഞങ്ങൾ ഖലീഫയായി തെരഞ്ഞെടുത്തിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. കുറച്ചു നേരത്തേക്ക് പള്ളി ശബ്ദമുഖരിതമായി. പെട്ടെന്ന് ശാന്തമാവുകയും ചെയ്തു. ഖലീഫക്ക് തൃപ്തിയായി, ജനകീയ അംഗീകാരമായി. അദ്ദേഹം പ്രസംഗം തുടർന്നു: ജനങ്ങളെ, എൻ്റെ ഒപ്പം നിൽക്കുന്നവർ 5 കാര്യങ്ങൾ ഒപ്പം നിർത്തണം. അതിന് പറ്റിയില്ലെന്നാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് ആരും ഇരിക്കണമെന്നാണ് പറയാനുള്ളത്. 1. സ്വന്തം പ്രയാസങ്ങൾ സ്വയം അവതരിപ്പിക്കാൻ കഴിയാത്ത കുറെ പാവങ്ങളുണ്ട് ഇവിടെ. അവരുടെ പ്രയാസങ്ങളായിരിക്കണം എനിക്കെത്തിക്കേണ്ടത്. 2. കഴിവിൻ്റെ പരമാവധി നന്മയിൽ സഹകരിച്ച് നിൽക്കുക. 3. നന്മയിലേക്ക് എനിക്ക് വഴി കാണിച്ചു തരിക. 4. ആരെക്കുറിച്ചും എന്നോട് പരദൂഷണം പറയാതിരിക്കുക. 5. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന സ്വഭാവം ഒഴിവാക്കുക. ഖലീഫയുടെ അളന്നു മുറിച്ചുള്ള നിർദ്ദേശങ്ങളായിരുന്നു അവ. അതുവരെ നിലനിന്നിരുന്ന അധികാര ദുഷ്പ്രഭുത്വത്തിന്റെ കറ നീക്കാനുള്ള ശ്രമം. അധികാര കേന്ദ്രത്തിനെ ചുറ്റിപ്പറ്റി എപ്പോഴും വിദൂഷകരും സ്തുതിപാഠകരും ഉണ്ടാവാറുണ്ട്. അവരാണ് അജണ്ടകളൊക്കെ പലപ്പോഴും നിർണയിക്കാറ്. ആരെ തഴയണം, ആരെ പരിഗണിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഈ പാർശ്വവർത്തികൾക്ക് വലിയ പങ്കുണ്ടാകും. നല്ല അധികാരിയെ ചീത്തയാക്കുന്നവർ, ചീത്ത ഭരണത്തെ വെള്ളപൂശുന്നവർ, രാജ്യനന്മക്ക് തെല്ലും വില കൽപ്പിക്കാത്തവർ, ഇത്തരം ദുരാത്മാക്കളെ കരുതിയിരിക്കാത്ത ഭരണാധികാരികളൊക്കെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി മാറിയിട്ടുണ്ട്. എക്കാലവും ഈ ഇത്തിൽ കണ്ണികൾ കാണും. ഭരണാധികാരിക്ക് ജാഗ്രതയില്ലെങ്കിൽ ഇവർ ദുഷ്പേര് കൊണ്ട് ഭരണകൂടത്തെ മൂടും. നല്ല ഭരണാധികാരി ഇത്തരക്കാരെ അകറ്റി നിർത്തും. പ്രമാണിമാരുടെ പ്രശ്നങ്ങളല്ല, പാവങ്ങളുടേതാണ് പ്രധാനം. അവർക്കാണ് പ്രമാണിത്വം. ഈ ഒറ്റ ശാസനയിൽ തന്നെയുണ്ടല്ലോ അടുത്ത അധികാരിയുടെ ഭരണരീതിയുടെ മുഖപുര. പ്രസംഗം കഴിഞ്ഞ് ഖലീഫ ഔദ്യോഗിക വസതിയിലേക്ക് പോയി. വിരിപ്പുകളും കൊണ്ട് കമനീയമാക്കിയ വസതി ഒന്ന് നോക്കിയിട്ട് ആജ്ഞാപിച്ചു: ഇവയെല്ലാം അഴിച്ചു വെക്കുക. ഖലീഫക്കായി ഒരുക്കിയ പ്രത്യേക കാർപ്പറ്റുകളും മറ്റും എടുത്ത് മാറ്റുക. എല്ലാം ഒന്നിച്ചെടുത്ത് വിൽക്കുക. കിട്ടുന്ന കാശ് എന്നെ ഏൽപ്പിക്കുക. വിചിത്ര കൽപ്പന. ഉദ്യോഗസ്ഥർ സ്തബ്ധരായിപ്പോയി. മുഖത്തോട് മുഖം നോക്കി ആജ്ഞ മാനിച്ചു. എല്ലാം പെറുക്കി വിറ്റു പണവുമായി വന്നു. ഈ പണം പൊതുഫണ്ടിലേക്ക് നീക്കുക. ഇതായിരുന്നു അടുത്ത ആജ്ഞ. പുതിയ ഖലീഫയുടെ നീക്കങ്ങൾ ചിലരുടെ മനസ്സിൽ തീ കോരിയിട്ടു. അവർ വിദൂഷകരായിരുന്നു. ചിലരുടെ മനസ്സിൽ പൂത്തിരി വിടർത്തി. അവർ നന്മ കാംക്ഷിക്കുന്നവരും. കൊട്ടാര കവികളും സ്തുതിപാഠകരും ആ ദർബാറിൽ നിന്ന് സ്വയം അകന്നു. അവർക്കിരിക്കാൻ ഇപ്പോൾ അവിടെ കസേരകളില്ല. പകരം മറ്റൊരു വിഭാഗത്തിന് ഇരിപ്പിടം കിട്ടി. രാജ്യത്തെ പ്രമുഖരായ പണ്ഡിതന്മാരും സാത്വികരുമായിരുന്നവർ. കൊട്ടാരങ്ങളിൽ നിന്നും ഇടക്കാലത്ത് ഇരിപ്പിടം നഷ്ടപ്പെട്ടവർ, ദീനിനും ധർമ്മബോധത്തിനും വില കൽപ്പിക്കുന്നവർ, ജനങ്ങളും നാടും നന്നാകണമെന്ന് മനസ്സറിഞ്ഞാഗ്രഹിക്കുന്നവരാണവർ. മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ഖലീഫയുടെ രീതി ഇഷ്ടപ്പെട്ടു. ഇവിടെ വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നു. അതെന്ന് രണ്ടായി പോയിരുന്നു. അന്ന് ഞങ്ങൾ ഈ പടിയിറങ്ങിപ്പോകും. ഖലീഫ നടത്തിയ ഒരു പ്രസംഗം ഉമർ മുഹാജിർ ഓർക്കുന്നു. സമാദരണീയരായ വിശ്വാസികളെ, ഖുർആന് ശേഷം മറ്റൊരു വേദഗ്രന്ഥമില്ല. മുഹമ്മദ് നബിക്ക് ശേഷം മറ്റൊരു ദൂതനുമില്ല. അറിയുക,
ഞാനൊരു നിയമനിർമ്മാതാവല്ല, മറിച്ച് നിയമം നടപ്പിലാക്കുന്നവൻ മാത്രമാകുന്നു. ഞാനൊരു പുത്തൻവാദിയല്ല, മറിച്ച് അനുകർത്താവ് മാത്രമാണ്. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനല്ല ഞാൻ, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആളാണ് ഞാൻ. അക്രമിയായ ഭരണാധിപനിൽ നിന്ന് ഓടി അകലുന്നവൻ ഒരു അക്രമിയല്ല. അറിയുക, പടച്ചവനെതിരായി പടപ്പുകളെ അനുസരിച്ചുകൂടാ. മസ്ലമത്ത് ബിനു അബ്ദുൽ മലിക്കിനെ തിരിച്ചു വിളിച്ചതായിരുന്നു ഖലീഫ എടുത്ത ആദ്യ തീരുമാനം. മസ്ലമ തികഞ്ഞ വീരശൂര പരാക്രമിയായിരുന്നു. ഒരുപാട് വിജയകരമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രതിഭയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കുന്നതിനായി മുൻ ഖലീഫ സുലൈമാൻ മസ്ലമയെ നിയോഗിച്ചു. നന്നായി മുന്നേറിയ മസ്ലമയും സംഘവും വിജയത്തിന്റെ എത്തുന്നതായി ഖലീഫ അറിഞ്ഞു. മനം നിറഞ്ഞു സന്തോഷിച്ചു. അതോടെ തനിക്കും രാജ്യത്തിനും അഭിമാന നിമിഷം കാത്തുനിന്ന ഖലീഫക്ക് കിട്ടിയ വാർത്ത അത്ര പന്തിയല്ലായിരുന്നു. മസ്ലമ ചതിക്കപ്പെട്ടിരിക്കുന്നു. ശത്രുവിന്റെ കെണിയിൽ മസ്ലമ വീണിരിക്കുന്നു. ഖലീഫ സുലൈമാന് കോപമടക്കാനായില്ല. ക്രുദ്ധനായി ഖലീഫ ചെയ്ത ശപഥം ഇങ്ങനെ: ഇനി അവനെയും സംഘത്തെയും ഈ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല. ജീവനോടെ അവനിങ്ങ് തിരിച്ചു വരുന്നത് ഞാൻ കാണരുത്. ഖലീഫയെ തിരുത്തുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. മസ്ലമയും സംഘവും തീർത്തും പ്രതിരോധത്തിലായി. അന്നപാനീയങ്ങൾ തന്നെ തടയപ്പെട്ട അവസ്ഥ വന്നു. പച്ചിലകൾ പോലും തിന്നേണ്ടി ഗതി. സ്വന്തം വാഹനമായി ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളെ വരെ വെട്ടുനുറുക്കി തിന്നു അവർ. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മനസ്സിൽ മസ്ലമയുടെ യാതന നന്നായി പതിഞ്ഞിരുന്നു. ഖലീഫയെ ഉണർത്താഞ്ഞിട്ടല്ല, ശുപാർശകനാകാൻ നോക്കിയിരുന്നു. ചില ദുർവാശികളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ലല്ലോ. ഏതായാലും താനിപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇനി മുസ്ലിം സൈന്യം പീഡനം അനുഭവിച്ചുകൂടാ. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം വൈകുന്നത് ഭൂഷണമല്ല. ഉടൻ കത്തയച്ചു. മസ്ലമയെയും സംഘത്തെയും തിരിച്ചു വിളിക്കുന്നു. അനുനിമിഷം മടങ്ങി വരാനായിരുന്നു ആജ്ഞ. നീതിയും ന്യായവും വൈകുന്നത് അനീതിയാണെന്നാണ് ഖലീഫയുടെ നയം.